കുറേ മാസങ്ങളായിട്ട് ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ബോംബ് പൊട്ടുന്നത് കണ്ടില്ലേ? ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോൾ മിസൈൽ വന്ന് ബോംബ് പൊട്ടിയിട്ട് അതിൻ്റെ പ്രഷറിൽ ഈ മനുഷ്യൻ നടന്നു പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മറയൊക്കെ ഉണ്ടല്ല, അതിങ്ങനെ വിറക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഈ മിസൈൽ വന്ന് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമായിട്ട് അവർ കാണുന്നേ ഇല്ല. എന്താണിപ്പോൾ ഓരോ സ്ഫോടനങ്ങൾ? ഓരോ ദിവസവും ഇത്തരത്തിലുള്ള എത്രത്തോളം സ്ഫോടനങ്ങളാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മിസൈലുകൾ ഇങ്ങനെ വന്ന് പതിക്കുകയാണ്. എത്ര ആളുകളാണ്, നിരപരാധികളായ ആളുകൾ മരിച്ചു വീഴുന്നത്. ചെറിയ കുട്ടികളൊക്കെ, ചെറിയ പിഞ്ചു പൈതങ്ങളൊക്കെ അവർ ജന്മം മുതലേ ഈ ബോംബിൻ്റെ ഒക്കെ വലിയ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം, ഇത്തരത്തിലുള്ള വലിയ ശബ്ദം കേട്ടിട്ട് എത്ര കുട്ടികളാണ് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുള്ളത്. കേവലം ശബ്ദം കേട്ടുകൊണ്ട് മാത്രം ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഈ ഫലസ്തീനിൽ എത്ര ക്രൂരമായിട്ടാണ് ഈ ഇസ്രായേലി ഭരണകൂടം ഈ നിരപരാധികളായിട്ടുള്ള കുട്ടികളൊക്കെ മർദ്ദിക്കുന്നത്. കണ്ടില്ല, അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥ. നമ്മളൊക്കെ അവരുടെ ആ ഒരു അവസ്ഥ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് തകർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആ മനുഷ്യരുടെ ആ ഒരു ഗതികേട് എപ്പോഴും നമ്മൾ ആലോചിക്കണം. നമുക്കൊന്നും ഒരവസ്ഥ വന്നിട്ടില്ലല്ലോ. അവർ ഒരുപാട് കാലം ജീവിച്ച വീടുകളൊക്കെയാണ് ഇവിടെ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്നത്. അവരുപയോഗിച്ച വസ്തുക്കളൊക്കെ ആ അവശിഷ്ടങ്ങൾക്ക് അടിയിലാണുള്ളത്. പലപ്പോഴും അവരെ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ തിരഞ്ഞുകൊണ്ട് ഈ മിസൈൽ ആക്രമണം നടന്നതിന് ശേഷം അതിങ്ങനെ തിരഞ്ഞു നോക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഹൃദയം മരവിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഫലസ്തീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടില്ല, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ വല്ല മൃതദേഹങ്ങളുണ്ടോ? അവരുടെ ഉറ്റവരും ഉടയവരൊക്കെ മരിച്ചു കിടക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, വസ്ത്രങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ അവർ അന്വേഷിക്കുകയാണ്. ഇതാണ് അവരുടെ എല്ലാ ദിവസവും. രാവിലെ നേരം പുലർന്നത് മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് അവരുടെ പണി. മറ്റ് ജോലിക്കൊന്നും അവർക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അധ്വാനിച്ച് സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലല്ലോ അവരുള്ളത്. സ്വന്തം മണ്ണിന് വേണ്ടിയിട്ട്, സ്വന്തം ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് പോരാടില്ലേ. അപ്പോൾ അവർക്ക് പിന്നെ ഒരുപാട് സമ്പാദിക്കാനും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനൊന്നും അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. വലിയ പ്രതീക്ഷയോട് ഭാവി കെട്ടിപ്പടുക്കുന്ന നമുക്കൊക്കെയാണ് പിന്നെ വലിയ തിരക്കുകളായിട്ട് പോകുന്നതും ഒരുപാട് ജോലിക്ക് പോകുന്നതും ഒക്കെ, ഓഫീസിൽ പോകുന്നതൊക്കെ. ഇവർക്കിപ്പോൾ ഇതാണൊരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. രാവിലെ മുതലേ ഈ ബോംബിങ്ങിലൂടെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുക, അതിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന അവരുടെ വസ്തുക്കൾ പുറത്തെടുക്കുക, ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കുക. ഇതൊക്കെ തന്നെയാണ് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗങ്ങൾ. നമ്മളെപ്പോലെ മനുഷ്യരാണ് അവർ. കുറേ കാലമായിട്ട് അവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളാണ്. എത്ര ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പലസ്തീനിലെ ഇത്തരം ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴാണ് ഇസ്രായേൽ എത്രത്തോളം വലിയ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില ആളുകളുണ്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന, ഫലസ്തീനിലെ അവരെ കൊന്നൊടുക്കാൻ വേണ്ടി ആക്രോശിക്കുന്ന ഒരുപാട് ക്രിസംഗികളും സംഘപരിവാർ, അതുപോലെ തന്നെ നവനാസ്തികരൊക്കെ ഉണ്ട്. ഇത്രയും പാവങ്ങൾ അവിടെ മരിച്ചു വീണിട്ടും അവർ ഇസ്രായേലിൻ്റെ കൂടെയാണ്. ചെറിയ കുട്ടികളും രോഗികളും വയസ്സായ ആളുകളും സ്ത്രീകളും പിന്നെ എല്ലാവരും, ഇത്രയും ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും അവർ ഇസ്രായേലിൻ്റെ കൂടെയാണ്.